നമസ്കാരം. ഫ്യൂച്ചർ സൊല്യൂഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തെക്കേമലയിലാണ്. തെക്കേമലയിൽ വർഗീസ് സാറിൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതൊരു 8 കിലോ വാട്ടിൻ്റെ പ്ലാന്റാണ്. നമ്മളിത് ചെയ്തിട്ടിപ്പോൾ കുറച്ച് നാളായി. നമ്മളിപ്പം ഒരു ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി വന്നതാണ്. അപ്പം ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഓൾറെഡി വർക്ക് ചെയ്ത് സീസൺഡ് ആയ ഒരു സൈറ്റിൽ എന്തുമാത്രം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നു, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടറിയാം. അപ്പം സെയിം രീതിയിലാണ് നമ്മൾ ഡബിൾ പാനൽ ഡെക്കിൽ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇതുവഴി ഈസിലി ആയിട്ട് നടന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഓടിൻ്റെ മുകളിലായതുകൊണ്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ലീക്കൊന്നും വരാത്ത രീതിയിൽ നമ്മൾ ഓടിൻ്റെ ഭാഗത്ത് മാത്രം കട്ട് ചെയ്തിട്ട് അവിടെ സീൽ ചെയ്ത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വോക്ക് എല്ലാം നമ്മൾ ഒത്തിരി ഹൈറ്റ് കയറി പോകാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മൾ അത് കണക്കൂട്ടിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കസ്റ്റം സ്ട്രക്ചറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം ഓടിൻ്റെ ലെവലിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ, ബേസിൽ നിൽക്കുന്ന രീതിയിലും ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന രീതിയിൽ കറക്റ്റ് സൗത്ത് പൊസിഷനിൽ നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പാനൽ 12 ഡിഗ്രി ടിൽറ്റാണ് വരുന്നത്. നമുക്ക് ഈസിലി എല്ലായിടത്തോട്ടും അക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് ഈ എൻഡ് വരെ നമുക്ക് പോയാലും നമുക്കൊരു പ്രശ്നമില്ല. ഡയറക്റ്റായിട്ട് ധൈര്യമായിട്ട് നടന്നു പോകാം. വിത്ത് റെയിലിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉപയോഗിച്ചേക്കുന്നത് വാരിയുടെ 445-ൻ്റെ പാനലാണ്, മോണോപെർക്ക് ഹാഫ് കട്ട് പാനൽസ്. അതിൻ്റെ നമുക്ക് മൊത്തത്തിൽ 18 പാനൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 18 പാനലിൽ നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ഒരു ആവറേജ് നമുക്ക് 32 മുകളിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 32 നമുക്ക് സാധാരണ കയ്യിൽ, അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുകളിലത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ. ബാക്കി ഇതിൻ്റെ അടിയിലത്തെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് സൈറ്റ് വർക്ക് നടന്ന സമയത്ത് എടുത്ത കുറച്ച് വീഡിയോസാണ്. പാനലിപ്പം കയറ്റുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോസാണ്. അപ്പോൾ എങ്ങനെയാണ് ഓടിൻ്റെ മുകളിൽ വർക്ക് നടക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മളിതുവരെ ഒരു വീഡിയോയിലും കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം അങ്ങേ അറ്റത്തോട്ട് പോകുമ്പോഴത്തേക്ക് നല്ല എൻഡിലോട്ടാണ് പോകുന്നത്. സോ കുറച്ച് റിസ്കി ആണെങ്കിലും അവർ സേഫായിട്ട് തന്നെ നിന്ന് ചെയ്യത്തക്ക രീതിയിൽ അവിടെ സെറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓടൊക്കെ ഇളക്കി അടിയിൽ നിന്ന് നമുക്ക് അക്സസ് ചെയ്യാൻ പോലുള്ള പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പാനലപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ട് തന്നെ അലൂമിനിയം എൻ ക്ലാംസ്, അലൂമിനിയം മിഡ് ക്ലാംസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഫിക്സിങ് നമ്മൾ ഉപയോഗിക്കുന്നത് SS-ൻ്റെ 304-ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ നട്ട് ബോൾസുമാണ് ഉപയോഗിക്കുന്നത്. സോ അതുകൊണ്ട് റസ്റ്റ് എടുക്കുകയോ അങ്ങനെ ലാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ് അങ്ങനെയൊന്നും വരത്തില്ല. അപ്പം എല്ലാം ഇച്ചിരി ലോങ് ലാസ്റ്റിംഗ് രീതിയിൽ നമ്മൾ സൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നാൾ ഈ ഒരു പ്ലാന്റ് ഇവിടെ നിൽക്കേണ്ടതായതുകൊണ്ട് പ്രോപ്പർ ക്വാളിറ്റിയിൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യും. അപ്പം ഇപ്പം നമുക്ക് കാണാൻ പറ്റും, മനുഷ്യനൊക്കെ താഴെ ഇറങ്ങി നിന്ന് കുറച്ച് റിസ്കി ആയിട്ടാണ് ചെയ്യുന്നത്. എന്തെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് വരുമ്പോൾ അത്രയും ലുക്ക് കിട്ടത്തുള്ളൂ. കറക്റ്റ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കി പിടിച്ചാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഒക്കെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ ഓടെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വീഡിയോസാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ജസ്റ്റ് ആ സമയത്ത് എടുത്തതാണ്. ഇത് വർക്കിംഗ് എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് പോലെ എടുത്തതാണ് സോഷ്യൽ മീഡിയസിൽ ഇടാൻ വേണ്ടി. ഫുൾ ആ ഒരു പ്ലാനിൻ്റെ ഒരു ഓവർവ്യൂ. വർക്ക് നടന്ന സമയത്ത് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. എങ്ങനെയാണ് വർക്ക് പ്രോഗ്രഷൻ നടന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പം ഇവിടെയാണ് നമ്മൾ പാനലിൻ്റെ കഴിഞ്ഞിട്ട് ബാക്കി ഇൻവേർട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് യൂസ് ചെയ്തേക്കുന്നത്, നമുക്കതെല്ലാം കാണാം. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത് പോളിക്യാബിൻ്റെ 8 kV ഇൻവേർട്ടറാണ്. പോളിക്യാബിൻ്റെ 8 kV ഇൻവേർട്ടർ നമ്മൾ DC-DB ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, AC-DB സെറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്ററും കാര്യങ്ങളും മെയിൻ സ്വിച്ചും എല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്.
നെറ്റ് മീറ്റർ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് 8 kVയുടെ പോളിക്യാബിൻ ഇൻവേർട്ടറാണ്, 5 years വാറണ്ടി വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് DC-DC സെറ്റ് ചെയ്തേക്കുന്നത് ചുവടെ നമുക്ക് അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റീസ് നമുക്ക് കാണാൻ പറ്റും. മെർസൻ്റെ ആണ് SPD ഉപയോഗിച്ചിരിക്കുന്നത്, ഡബിൾ ലൈൻ ഫ്യൂസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ABBD ആണ് നമ്മൾ OTDs യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ വൃത്തിക്ക് കേബിൾ ട്രെയിൻ കാര്യങ്ങളൊക്കെ അടിച്ച് എർത്ത് ബെഞ്ചൊക്കെ അടിച്ച് പ്രോപ്പറായിട്ടാണ് ചെയ്തേക്കുന്നത്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന 10 gauge കോപ്പറാണ് നമ്മൾ എർത്തിങ്ങിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്, വിത്ത് വൈഫൈ സ്റ്റിക്കും കാര്യങ്ങളെല്ലാം. അതിൻ്റെ കൂട്ടം തന്നെ ഇതാണ് നമ്മുടെ ACDB 4 pole ഐസൊലേറ്റർ വെച്ചിട്ട് ACDB നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ സോളാറിൻ്റെ എനർജി മീറ്ററാണ്. എനർജി മീറ്റർ നമ്മൾ ഒരു മീറ്റർ ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഇത് നമ്മുടെ മെയിൻ സ്വിച്ചും അതിൻ്റെ എനർജി മീറ്ററും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളിത് മഴ നനയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഇച്ചിരി IP64 ആണെന്നുണ്ടെങ്കിലും നമുക്കിതിൻ്റെ വെള്ളമൊന്നും അങ്ങനെ നനഞ്ഞ് പുതുമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ നെറ്റ് മീറ്റർ ചെയ്തേക്കുന്നത്. നമുക്ക് ഇപ്പോഴത്തെ ഇതിൻ്റെ റീഡിങ് നമുക്ക് ഡയറക്റ്റ് ലൈവ് നമുക്ക് കാണാം. നമ്മൾ ഇപ്പോഴത്തെ ഇത് റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് എത്ര ഇവർക്ക് ഉപയോഗം കഴിഞ്ഞിട്ട് കിടപ്പുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇപ്പം 1970 യൂണിറ്റ് നമുക്ക് നെറ്റ് ഇവർക്ക് അധികം കിടപ്പുണ്ട്. ഇവരുടെ ഉപയോഗം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് അധികം കിടപ്പുണ്ട് 1970 യൂണിറ്റ്. അപ്പം സെപ്റ്റംബർ ആകുമ്പോഴത്തേക്ക് നമുക്ക് മഴക്കാലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഇവരുടെ യൂസേജ് അതുപോലെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും യൂണിറ്റിനുള്ള, അല്ലെങ്കിൽ ഇത് കൂടുതൽ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു അത്രയും യൂണിറ്റ്സിനും ഇവർക്ക് പൈസ KSBയുടെ നിന്ന് കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പ്ലാനിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ്. നമ്മൾ 4 എർത്തിങ് ചെയ്തിട്ടുണ്ട്: ലൈറ്റിനിങ് അറസ്റ്റർ, സ്ട്രക്ചറൽ ആൻഡ് എർത്തിങ്, DC എർത്തിങ്, AC എർത്തിങ്. അപ്പം ഇതാണ് നമ്മുടെ ചെയ്തേക്കുന്ന ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ കാണിച്ചതേ ഉള്ളൂ. നമുക്ക് ബാക്കി വീഡിയോസായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.